പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ജോലി, ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. പണ്ട് നമ്മളൊക്കെ അഭിനയിച്ചപ്പോൾ എനിക്കന്ന് 500 രൂപ കിട്ടിയത് ഫസ്റ്റ് അഭിനയിച്ചപ്പോൾ. ഇവർക്കൊക്കെ ഇന്ന് എന്തായാലും അതിനെക്കാട്ടിയൊക്കെ നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്. എത്ര വേണമെങ്കിലും ആർക്കോ ഫാമിലിക്ക് വേണ്ടിയോ ആർക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്കെന്നും പറഞ്ഞ് 1 രൂപ എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് മാറ്റിവെക്കണം. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. എൻ്റെ 2 മക്കൾക്ക് ഞാൻ അതുകൊണ്ട് ഒരു അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി. അവർ എനിക്ക് അക്കൗണ്ട് ഉണ്ടല്ലേ ഇപ്പം നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ നമുക്കായിട്ട് മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ല. സത്യസന്ധമായി പറഞ്ഞാൽ മാറ്റി വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവസാനം നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. നമുക്കായി കരുതി വെക്കണം എന്തെങ്കിലും. അതെ. അപ്പം എനിക്കിപ്പം എന്തായാലും 50 വയസ്സാവാറായി. ഇവിടം വരെ എത്തി. മക്കളെ ഇവിടം വരെയെങ്കിലും എനിക്ക് എത്തിക്കാൻ പറ്റിയല്ലോ. എൻ്റെ മരണം ആഘോഷിക്കാൻ കാത്തിരുന്ന കുറേ പേരുണ്ട്. ആർക്കും അറിയാത്തൊരുപാടുണ്ട്. എൻ്റെ മരണം ഫോണിൽ കൂടെ വിളിച്ച് വേറെ വ്യക്തികളോട് പറയുന്ന അടുത്തിരുന്ന് ഞാൻ കേട്ടു. എനിക്കറിയാം, ചിലപ്പോൾ എൻ്റെ തലവിധിയായിരിക്കും അങ്ങനെയൊക്കെ കടന്നു വരണം എന്നുള്ള. പക്ഷെ അതെല്ലാം ഞാൻ കടന്നു വന്നു, ഇന്നിവിടെ ഇരിക്കുന്നു ഞാൻ. സത്യം അതാ പറഞ്ഞു, എൻ്റെ കുട്ടികളെ ഇത്രയും എനിക്ക് ആക്കിയെടുക്കാൻ പറ്റി. 50 വയസ്സാവാറായി, ഇവിടം വരെ എത്തിയില്ലേ. പിന്നെ പക്ഷെ എനിക്ക് യങ് ജനറേഷനിലുള്ളവരോട് പറയാൻ ഇതാണ്, സമ്പാദിക്കുന്ന ഇഷ്ടംപോലെ വരും നമുക്ക്. ചില സമയം പെട്ടെന്ന് കൂടെ നിൽക്കുന്നവരെല്ലാം എന്നും ഉണ്ടാവണമെന്നില്ല, അതാരായാലും. അപ്പം നമുക്ക് വേണ്ടി 1 രൂപയെങ്കിലും എവിടെങ്കിലും ഒന്ന് മാറ്റിയിട്ടേക്കണം. അതൊരു കഷ്ടപ്പാടൊക്കെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയല്ലോ. അതെ. പക്ഷെ എന്നാലും ഒരു ആഗ്രഹമുണ്ട് അനീഷേ, സ്വന്തം പേരിൽ ഒരു വീട് വേണമെന്ന്. അതെൻ്റെ ഒരു വലിയ ആഗ്രഹം. അതെന്താണെന്നറിയോ, സ്വന്തം അധ്വാനത്തിൽ നിന്ന് തന്നെ ചെയ്തെടുത്തു എന്നൊക്കെ ഒന്നുമല്ലാതെ ഇറങ്ങി വരേണ്ട അവസ്ഥകൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നുമല്ലാതെ. അപ്പം ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്. വയസ്സാം കാലത്ത് ആരും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നൊരു വാക്ക് ഇനി എൻ്റെ ലൈഫിൽ കേൾക്കരുതെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരു മുറിയെങ്കിലും സ്വന്തം പേരിൽ എവിടെങ്കിലും ചെയ്യണം എന്നൊരു വലിയ ആഗ്രഹങ്ങൾ. അതെ, എത്രയും വേഗം. രണ്ടുപേരും നല്ല ഇതിൽ വരെയല്ലേ. മക്കളുടെ അല്ലേ ചേച്ചി, മക്കള് ചെയ്യുന്ന വേറെ. നാളെ മക്കൾ പറയൂ, നമുക്കതൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ പറഞ്ഞ, അതെ, നമ്മൾ ആദായം പറഞ്ഞു, നമുക്ക് ആരുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ ചില അനുഭവങ്ങൾ നമുക്ക് ആത്മബലം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പോകാനുള്ള ചുവടുകളെ ശക്തമാക്കുക. അല്ല, എന്നെ സംബന്ധിച്ച് ഈ നെഗറ്റീവ് പറയുന്തോറും എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കണം എന്നായിരുന്നു. എൻ്റെ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ലൈഫ് തുടങ്ങിയ സമയത്തും പിന്നിൽ നിന്ന് പറഞ്ഞത്, ഈ കുട്ടികളെ, എൻ്റെ 2 പെൺകുട്ടികളെ ഞാൻ കൊണ്ട് വഴി തള്ളി ഇല്ലാണ്ടാക്കി കളയും, 2 പെൺപിള്ളേർ എന്നുള്ള രീതി വളരെ മോശമായ കുറേയൊക്കെ അനീഷും ഒക്കെ കേട്ടിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ. പക്ഷെ എനിക്കൊരു വാശിയായിരുന്നു അത്. ഞാൻ അവിടെ നിന്ന് എടുത്ത വാശി തന്നെയാണ് എൻ്റെ മോളിൽ നിന്ന് പഠിക്കുന്നതും. ഇനി ഇളയ ആളെ കൂടി ഒന്ന് ആ വാശി തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും പിന്നെ ശക്തമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ്. അല്ല, യമുന ചേച്ചി ഒരു കാര്യം കൂടി. യമുന ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മോള് എൻ്റെ കൂടെ വന്നപ്പോഴും മോളെ വിറ്റ് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് ഉണ്ട്. അത് പുറത്തുള്ളവരൊന്നുമല്ല, അങ്ങനെ വരെ പറഞ്ഞുണ്ടാക്കിയവരുണ്ട്. അതാണ് ഒരു അമ്മക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ കവർ ചെയ്ത് വന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അല്ല, ഇതും ചോദിച്ചു, ഇത്തിരി നാൾ പോയിട്ട് എങ്ങനെ ജീവിച്ചു എന്ന് ഒരു മനുഷ്യരും ചോദിച്ചിട്ടില്ല. എന്താ ഉണ്ടാക്കിയതെന്ന് അഭിപ്രായങ്ങൾ പറയാൻ 100 പേരുണ്ടാവും. പക്ഷെ ഒരു ആവശ്യത്തിന് ഒരാൾ പോലും കാണുന്നില്ല. നമ്മള് ഭക്ഷണം കഴിച്ച് കിടക്കുന്നുണ്ടോന്ന് ആരും ഉണ്ടാവില്ല. പുറത്തിറങ്ങി എന്താ പുറത്തിറങ്ങി